UDF ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ധർമാശുപത്രികളെ കൈയൊഴിയുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും ലഭ്യമാകേണ്ട സഹായം ലഭ്യമാകാത്തതിൻ്റെ ഭാഗമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. ഇതിൻ്റെ ഇരകളാകുന്നത് സാധാരണ മനുഷ്യരാണ്. സാധാരണ മനുഷ്യർ ഏറ്റവും അധികം വരുന്ന ഒരു ധർമാശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കേരളത്തിലെ മറ്റേത് ധർമാശുപത്രികളെയും എടുത്ത് പരിശോധിച്ചാൽ വലിയ നിലയിലേക്ക് സാധാരണ മനുഷ്യർ ആശ്രയിക്കുന്ന ധർമാശുപത്രികളിൽ ഒന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കഴിഞ്ഞ 10 വർഷം പല നിലയിൽ കേന്ദ്ര സർക്കാരിന് സഹായമില്ലാഞ്ഞിട്ടും ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ധനസഹായം നൽകി സംരക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റുകൾക്ക് സാധിച്ചിരുന്നു. അത് പൊതുവെ ആളുകൾ അംഗീകരിക്കുകയും ചെയ്ത കാര്യമാണ്. എന്നാൽ UDF ഗവൺമെൻറ് വന്ന് ഈ ചുരുങ്ങിയ മാസത്തിനിടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് നൽകേണ്ട അർഹമായ ഫണ്ട് നൽകാതെ പോയി. ബഡ്ജറ്റിൽ വെട്ടിക്കുറച്ചു, അതല്ലാതെ നൽകേണ്ട ഫണ്ട് നൽകാതെ പോയി. കാരുണ്യ ബെനവലന്റ് ഫണ്ട് KBF നൽകാത്ത സ്ഥിതിയുണ്ടായി. അത് നൽകാത്തതിൻ്റെ ഭാഗമായി ഗൗരവമേറിയ രോഗത്തിന് ചികിത്സയ്ക്ക് വരുന്നവർ വലിയ തുക നൽകേണ്ട ചില തീരുമാനങ്ങൾ HDSനെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ എടുക്കുകയുണ്ടായത്. അവിടെ സൗജന്യമായി ലഭിക്കേണ്ട പല മരുന്നും ഇന്ന് മെഡിക്കൽ കോളേജിൽ ലഭിക്കാത്ത സ്ഥിതി വരുന്നു. സംസ്ഥാന സർക്കാർ പണം കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മരുന്നുകൾ അവിടെ ലഭ്യമാകാതെ പോകുന്നത്. അതിൻ്റെ ഭാഗമായി സർക്കാർ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്നും മരുന്ന് കിട്ടാത്തതിൻ്റെ ഭാഗമായി പുറത്തുനിന്നും മരുന്ന് വാങ്ങാൻ പണമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികൾ നമ്മളെ എല്ലാവരെയും ബന്ധപ്പെടുന്നുണ്ട്. ചിലർ പലിശക്ക് പണമെടുത്ത് മരുന്ന് വാങ്ങാൻ സ്ഥിതി വരുന്നു. ഇത് വലിയ നിലയിൽ ജനങ്ങൾക്കിടയിൽ രോഷം ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ് 14 പരിശോധനകൾക്ക് സൗജന്യമായി നൽകിയിരുന്ന പരിശോധനകൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പണം ഈടാക്കാൻ ജനാധിപത്യ വിരുദ്ധമായി തീരുമാനിച്ചത്. സർക്കാരിൻ്റെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി സ്ഥലം MLA അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് തീരുമാനിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഇവിടുത്തെ പ്രബല രാഷ്ട്രീയ പാർട്ടിയായ CPIMൻ്റെ ജില്ലാ സെക്രട്ടറി ആണ് ആ HDSയിലെ അംഗം. നിങ്ങൾക്കൊക്കെ അറിയാം, സഖാവ് M മെഹബൂബ്. അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. CPMൻ്റെ ഒരു പ്രതിനിധിയാണ് യോഗത്തിൽ ഉണ്ടാവേണ്ടത്, യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ജില്ലയിലെ 13 MLAമാരോട് ചർച്ച ചെയ്യണം. മറ്റ് 12 പേരോട് സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അവരൊക്കെ UDF ആണല്ലോ. എന്നാൽ LDFൽ ഒരു MLA ഉണ്ടല്ലോ. MLA എന്നുള്ള നിലയിൽ എന്നോട് ചർച്ച ചെയ്തിട്ടില്ല. ഇനി മറ്റ് 12 ആളോട് ചർച്ച ചെയ്തല്ലോ എന്ന് അവരോട് ചോദിക്കണം. 14 ഇനത്തിന് വലിയ നിലയിലേക്ക് പണം ഈടാക്കാൻ തീരുമാനിച്ചു. ഇത് വലിയ ജനരോഷത്തിന് കാരണമായി. DYFI എന്ന യുവജന സംഘടന ശക്തമായി പ്രതികരിച്ചു. അവർ ഉപരോധ സമരം നടത്തി. കൂടുതൽ വിഷയമായപ്പോൾ ഞങ്ങളൊക്കെ അവിടെ പോയിരുന്നു, ചർച്ച ചെയ്തു. അത് തൽക്കാലം മരവിപ്പിച്ചു എന്ന് പറഞ്ഞു. ബാക്കി ജില്ലാ കളക്ടറും മറ്റുള്ളവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റില്ല. ഇത് സ്വകാര്യ മേഖല, ഇപ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ സ്വകാര്യ കുത്തകകൾ കടന്നു വരികയാണ്. പല ആശുപത്രികളും ഇവർ റാഞ്ചുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ പല സ്ഥാനാർത്ഥികൾക്കും കോടിക്കണക്കിന് രൂപയാണ് ഈ സ്വകാര്യ കുത്തകകൾ ആരോഗ്യ മേഖലയിൽ ഇടപെടുന്നവർ നൽകിയിട്ടുള്ളത്. അതിന് പ്രത്യുപകാരമായി സാധാരണക്കാരൻ്റെ ആശ്രയമായ ധർമാശുപത്രികളെ, മെഡിക്കൽ കോളേജിനെ ഒക്കെ തകർക്കാനുള്ള സമീപനമാണ് UDF ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ട് കാര്യമില്ല, അവിടെ മരുന്നില്ല, ഡോക്ടറില്ല, വലിയ പൈസ ചികിത്സക്ക് കൊടുക്കേണ്ടി വരുമെന്ന ചിന്താഗതി ജനങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടാൽ അതിൻ്റെ ഭാഗമായി അവിടെ പോകാതെ പിന്നെ പലിശക്കും മറ്റും പണം വാങ്ങി പോകാൻ പറ്റുന്നവർ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കുന്ന സ്ഥിതി വരും. ഇതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ജനാധിപത്യപരമല്ലാതെ ചർച്ച ചെയ്യാതെ ഇങ്ങനെയൊരു തീരുമാനം അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തോട് യോജിക്കാൻ പറ്റില്ല. DYFI ഉയർത്തിയ സമരം അത് വളരെ ന്യായമാണ്. ജനങ്ങളുടെ വലിയ പിന്തുണയാണ് അതിന് ലഭിച്ചിട്ടുള്ളത്. ഈ തീരുമാനം കൈക്കൊണ്ടവർ പരസ്യമായി സമൂഹത്തോട് മാപ്പ് പറയണം.
കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പും MLAയും മറ്റുള്ളവരും പരസ്യമായി പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. അവിടെ CPIM പ്രതിനിധി ഒന്നേ ഉള്ളൂ, സഖാവ് M. മെഹബൂബാണ്. സഖാവ് M. മെഹബൂബ് വന്ന് വേറെ എവിടെ ഒരു പ്രോഗ്രാമിലാണ്, അതിൽ പങ്കെടുത്തിട്ടില്ല. അത് നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ. സഖാവിനെ ഞാൻ ഫോണിൽ വിളിച്ചതിനെക്കുറിച്ച് ചർച്ചയും ചെയ്തിരുന്നു. 10-30 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഉള്ള ഒരാൾക്ക് ഇപ്പുറത്ത് പങ്കെടുക്കാൻ ഇത് എന്താ പറയുക, വേറൊരു പേരുണ്ടല്ലോ, എല്ലാ സ്ഥലത്തും ഒരുപോലെ കാണുന്നത്, അങ്ങനെ ഒരു വ്യക്തിയല്ലല്ലോ. അപ്പോൾ ഏത് CPM പ്രതിനിധിയാണ് പങ്കെടുത്തത്? CPM പ്രതിനിധി പങ്കെടുത്തിട്ടില്ല. അപ്പോൾ CPIM പ്രതിനിധി ഇതിനകത്ത് പങ്കെടുത്തിട്ടില്ല. പിന്നെ ഇത്തരമൊരു തീരുമാനമൊക്കെ എടുക്കുമ്പോഴേ ജനങ്ങൾ തിരഞ്ഞെടുത്ത MLAമാരുണ്ട്, 13 പേരുണ്ട്. ആ 13 പേരോട് അഭിപ്രായം ചോദിക്കണം. എന്നോട് ചോദിച്ചിട്ടില്ല. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്ത് താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പ്രത്യേകത എന്താ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരുപാട് സാധാരണ മനുഷ്യർ ആശ്രയിക്കുന്ന കോളേജാണ്. അവിടെ ഇതുവരെയും ഏർപ്പെടുത്താത്ത ഒരു ഫീസ് ഏർപ്പെടുത്തിയാൽ അത് ജനങ്ങൾ ബുദ്ധിമുട്ടും. ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടില്ല, സമരസ്ഥലത്ത് വന്നവർ കണ്ടില്ല എന്തൊരു പ്രതികരണമാണ് ജനങ്ങൾ നടത്തിയത്, എന്തൊരു ആവേശമായിരുന്നു നിർത്തിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നു. അപ്പോൾ ഈ സ്വന്തം ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കേണ്ട ഫണ്ട് വാങ്ങിയെടുക്കാൻ പറ്റാത്തതിൻ്റെ പ്രയാസം ജനങ്ങളിൽ തീർക്കാൻ അനുവദിക്കില്ല. അതൊക്കെ UDF ഗവൺമെൻറ്റിൽ നിന്നും പണം വാങ്ങണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിനു മുമ്പ് ശ്രമങ്ങളുണ്ടായിട്ട്, ഈ 10 കൊല്ലം LDF ഭരിച്ചപ്പോൾ അല്ല, അതിന് മുമ്പ് ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമമൊക്കെ അന്ന് ചേർത്ത് ഒപ്പിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനുവദിച്ചിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത് സൗജന്യമായി കൊടുക്കേണ്ടതാണല്ലോ. അതിന് ഗവൺമെൻറ് പൈസ കൊടുക്കണം. UDF ഗവൺമെൻറ് അതിന് പൈസ കൊടുക്കാൻ തയ്യാറാകാത്തതിന് നാട്ടുകാരുടെ അടുത്ത് പൈസ ഒരുക്കി പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റും? ഇവിടെ ഞാൻ പറഞ്ഞുതരാം, ഇത് സ്ഥിരമായി ഇതിന് സൗജന്യമായി കിട്ടുന്നത്. അവിടെ മരുന്നുണ്ട്, നിങ്ങൾ പോയി നോക്ക്. നിങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്തല്ലേ, ഈ അസുഖങ്ങൾക്കുള്ള മരുന്ന് സൗജന്യമായി നൽകിയിരുന്ന മരുന്ന് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടോ? മരുന്നില്ല. ഗവൺമെൻറ് ചികിത്സ നൽകുന്ന കാര്യത്തിൽ ഫീസ് ഈടാക്കുന്നു. നേരത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിനൊക്കെ പൈസ നൽകിയിരുന്നു. ഇപ്പോൾ പൈസ നൽകുന്നില്ല, പണം നൽകുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ MLA ചെയ്യേണ്ടത്, സ്വന്തം പാർട്ടി ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്, ധനകാര്യ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന് ധനകാര്യ വകുപ്പ് മന്ത്രിയോട് നേരിട്ട് പറയാൻ പ്രയാസമുണ്ടോ എനിക്കറിയില്ല. എന്തായാലും അവിടെ നിന്ന് പൈസ വാങ്ങിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അത് ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ല.